കളങ്കാവൽ സിനിമ കാണാനെത്തി മന്ത്രി വി ശിവൻകുട്ടിയും രമേശ് ചെന്നിത്തലയും തിരുവനന്തപുരം ഏരീസ് ഫ്ലക്സിലാണ് ഇരുവരും കുടുംബസമേതം സിനിമ കാണാൻ എത്തിയത്. മിസ്റ്റർ, ഇപ്പോൾ കുടുംബസമേതം സിനിമ കണ്ടു. മമ്മൂക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും വെള്ളിത്തിരയിലേക്ക് എത്തിയത്. ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇത്രയും ഒരു നെഗറ്റീവ് കഥാപാത്രത്തെ വളരെ ഗംഭീരമായി അവതരിപ്പിച്ചിരിക്കുന്നു. മമ്മൂട്ടിയുടെ പുതിയ മുഖമാണ്, വിനായകൻ്റെ ഒരു പുതിയ മുഖമാണ്. ഗംഭീരമായിട്ടുണ്ട്. രണ്ടുപേരുടെയും ഗംഭീര അഭിനയമാണ്. കുഴപ്പമില്ല, പുതിയൊരു പ്രമേയമാണ്, നന്നായിട്ടുണ്ട്. ഭ്രമയുഗത്തിന് ശേഷമുള്ള ഒരു അഭിനയമാണ്. കളങ്കാവൽ വേറൊരു പ്ലോട്ട് കൂടിയാണ്. അതെ, നന്നായിട്ടുണ്ട്. വിനായകൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? അഭിനയം നന്നായിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിച്ചു. ക്യാരക്ടർ റോളാണ്, നന്നായിട്ടുണ്ട്. അരുൺ സോളമൻ നമുക്കൊപ്പം എത്തുകയാണ്. അരുൺ സോളമൻ, കളങ്കാവൽ രണ്ട് രാഷ്ട്രീയം പിന്തുടരുന്ന നേതാക്കളും ഒരേപോലെ ഇഷ്ടപ്പെട്ടുവെന്നാണോ മനസ്സിലാക്കേണ്ടത് പ്രതികരണത്തിൽ നിന്ന്? സുജയ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇരുവരും ഇന്ന് 6:30-ക്കുള്ള ഷോയ്ക്കാണ് ഏരീസ് ബസ്സിലെത്തിയത്. കുടുംബസമേതമാണ് മന്ത്രി വി ശിവൻകുട്ടിയും രമേശ് ചെന്നിത്തലയും സിനിമ കാണാനെത്തിയത്. ഈ സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടിയുടെയും വിനായകന്റെയും ഒരു പുതിയ മുഖം കളങ്കാവിലൂടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. ഇതിൽ വിനായകന്റെ പെർഫോമൻസും വളരെ മികച്ചതായിരുന്നു. ഇതിൽ മമ്മൂട്ടി ഗംഭീരമായി അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു നെഗറ്റീവ് റോൾ അത് ഭംഗിയായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് മന്ത്രി വി ശിവൻകുട്ടിയെ പ്രതികരണം വന്നിരിക്കുന്നത്. മറ്റൊന്ന് രമേശ് ചെന്നിത്തലയുടേത്. അദ്ദേഹം പറയുന്നത് ഇതുവരെ കണ്ട സിനിമകളിൽ ഏറ്റവും പുതിയൊരു പ്രമേയം കളങ്കാവിലൂടെ കാണാൻ സാധിച്ചു. ഇരുവരും കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഇപ്പോൾ മന്ത്രിയും മുൻ ആഭ്യന്തര മന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തലയും പടം ഇഷ്ടപ്പെട്ടു, കൊള്ളാമെന്ന് പറഞ്ഞു.